All of you, good morning. Today's our lesson is coordinates. കോർഡിനേറ്റ്സ് കേട്ടിട്ടുണ്ടാവാം അല്ലേ? എന്താണ് കോർഡിനേറ്റ്സ്? നോർമലി നമ്മൾ എങ്ങനെയാണ് കോർഡിനേറ്റ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? സർ പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതൊരു വൈറ്റ് ബോർഡ്, ഒരു പ്ലെയിൻ ആണ്. മാത്സിൽ ഈ വൈറ്റ് ബോർഡിനെ നമ്മളൊരു പ്ലെയിൻ ആയിട്ടാണ് എടുക്കുക. ഈ പ്ലെയിനിനെ നമുക്ക് 4 ക്വാഡ്രാൻസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്. ഹോറിസോണ്ടലി വരയ്ക്കുന്നത് എക്സ് ആക്സിസും വേർട്ടിക്കലി വരയ്ക്കുന്നത് വൈ ആക്സിസുമാണ്. ഇപ്പം ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ വരച്ചു. എക്സ് ആക്സിസിന് റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ എക്സ് എന്ന് നോർമലി മാർക്ക് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ എക്സ് 1 എന്നല്ല എക്സ് ഡാഷ് എന്ന് വായിക്കാം. ഇവിടെ മുകളിൽ വൈ എന്നും താഴെ വൈ ഡാഷ് എന്നും പറയാം. അപ്പം ഞാൻ പറഞ്ഞു ഈ 2 ആക്സിസ്, ഫസ്റ്റ് വൺ ഈസ് എക്സ് ആക്സിസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വൈ ആക്സിസ്. ഈ 2 ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ പേരാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുന്നത് മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇനി നമുക്ക് നോർമലി നമ്മൾ നമ്പർ ലൈനിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ മിഡിൽ 0 കൊടുക്കാം. 1 2 3 4. റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 -4. മുകളിലേക്ക് 1 2 3. താഴേക്ക് -1 -2 സ്ട്രേറ്റ് ആക്കട്ടെ. യെസ്, -3. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസും വൈ ആക്സിസും. ഇതൊരു ക്വാഡ്രാന്റ് എന്നാണ് പറയുക. ഫസ്റ്റ് ക്വാഡ്രാന്റ്, ഇത് വേറൊരു ക്വാഡ്രാന്റ്, ഇത് വേറൊരു ക്വാഡ്രാന്റ്, ഇത് വേറൊരു ക്വാഡ്രാന്റ്. എ പ്ലെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 quadrants ബൈ ഡ്രോയിങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇതെല്ലാം എക്സ് കോർഡിനേറ്റ്സ് ആണ്. ഈ എക്സിൽ വരുന്നതെല്ലാം എക്സ് വാല്യൂസ് ആണ്, വൈയിൽ വരുന്നതെല്ലാം വൈ വാല്യൂസ് ആണ്. അപ്പോൾ ഈ മീറ്റിംഗ് പോയിന്റ് ആയ ഒറിജിൻ ഞാൻ പറഞ്ഞു, എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും മീറ്റിംഗ് പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ഒറിജിൻ എന്ന് പറയും. ഈ ഒറിജിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, വൈ വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. കോർഡിനേറ്റ്സ്, ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 0 ആണ്. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 0 ആണ്. ഇനി അടുത്തത് വേറൊരു പോയിന്റ് നമുക്ക് തന്നു, A -3 2. ഇതാണ് കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളത്. എയുടെ കോർഡിനേറ്റ്സ് -3 2 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് -3. എക്സ് ഇവിടെയല്ലേ വരുന്നത്? എക്സ് ആക്സിസിലെ വാല്യൂ ആണ് ഫസ്റ്റ് വരിക, എക്സ് -3. വൈ 2, ഇതാണ് വൈ, വൈയിലെ 2 ഇതാണ്. അപ്പോൾ നമുക്കൊരു സ്കെയിൽ വെച്ച് നോക്കിയാൽ ഒരു ലൈൻ ഇങ്ങനെ വേണമെങ്കിൽ, ഇമാജിനറി ലൈൻ ആണ്, നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ അത് -2ഉം ഇത് 2, വൈ വാല്യൂ 2ഉം ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത ഈ പ്ലേസ് ആണ് എ. അതായത് എയുടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സിലേക്ക് വരുമ്പോൾ -3 കിട്ടണം, വൈയിലേക്ക് വരുമ്പോൾ 2 കിട്ടണം. ഈ 2 വാല്യൂസിനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് മനസ്സിലായി, 0 0. ഒറിജിൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് ഓഫ് ദി ആക്സസ്. ഏതൊക്കെ ആക്സിസിൻ്റെയാണ്? എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും. ആ പോയിന്റ് ആണ് ഒറിജിൻ. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, അതിൻ്റെ -3 2 ആണ്. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരച്ചിട്ട് അടുത്ത പോയിന്റ് ഞാൻ -4 3 എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മനസ്സിലാക്കേണ്ടത് -4 എന്ന് പറയുന്നത് എക്സിലെ വാല്യൂ ആണ്. യെസ്, എക്സിൽ -4 ഇതാ വരുന്നു. വൈ 3 ആണ്, 3 മുകളിലേക്കല്ലേ വൈയുടെ 3 വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഇമാജിനറി ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. ഇത് ഡോട്ട് ഇട്ട് വരച്ചാൽ മതി, വരയ്ക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്കെയിൽ വെച്ച് നോക്കിയാൽ അറിയാം. അപ്പം ഈ ഒരു പോയിന്റ് ആണ് ബി. ഇനി ബിയുടെ ശരിയാണോ എന്നറിയാൻ ബിന്ന് എക്സിലേക്ക് പോകുമ്പോൾ -4 വരുന്നു, വൈയിലേക്ക് പോകുമ്പോൾ 3 വരുന്നു. അപ്പോൾ -4 3 ഈ 2 പോയിന്റ്സ് കിട്ടി. ഇനി സർ പറയുന്നത് അടുത്തത് സി.
സിയിൽ വരുന്നത് -3 -2 അങ്ങനെ വന്നത് വിചാരിക്കാം. -3 -2. അപ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് വരണം? മൈനസിലേക്ക് വരണം. എക്സ് -3 അല്ലേ, അപ്പോൾ എക്സ് ഇവിടെയാണ് -3. വൈയും -2 ആണ്. വൈ ഇതാണ് വൈ, വൈയിലെ -2 ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇമാജിനറി ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഈ -2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ പോയിന്റ് ആണ് സി, അതായത് -3 -2. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ഞാൻ ഡി പറയുകയാണ്. ഡി പറയുമ്പോൾ x3 y -3 x -3 സോറി 3 -3 അതാണ് ഞാൻ ഡി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഡി നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? ആദ്യം എക്സിന്റെ പോയിന്റ് x3 അല്ലേ, ഇവിടെ വരണം. വൈയോ -3 ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് താഴെ ഈ ക്വാഡ്രാന്റിലേക്കാണ് നമുക്ക് ഈ പോയിന്റിന്റെ പൊസിഷൻ വരിക. യെസ്, അത് ഇവിടുന്ന് നോക്കിയാൽ മതി. എക്സ് എത്രയാണ്? 3. വൈ എത്രയാണ്? വൈ ഇങ്ങോട്ടല്ലേ പോകുക, ഇവിടുന്ന് y -3. ഇനി വേറെ ഒന്നും കൂടി ഞാൻ സാറ് പറയാം. ഇതൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്യാറ്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് എന്ന്. ഇനി ഞാൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് 2 1 2 എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ആണ് അല്ലേ. 2 എന്ന് പറയുന്നത് എക്സ് ഇതാ ഇവിടെയാണ് 2. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 1. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ മീറ്റിംഗ് പോയിന്റ് ആണ് അതിൻ്റെ വാല്യൂ 2ഉം 1. ഇങ്ങനെയാണ് നമ്മൾ ഏത് പോയിന്റ് പറഞ്ഞാലും നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യാൻ നിങ്ങളിത് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ ഇതിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് റീടേക്ക് എടുത്ത് കണ്ടിട്ട് അത് ശരിക്കും ഇതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക. അടുത്തത് ഇപ്പം നമ്മൾ വീഡിയോ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞത് പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ വീണ്ടും വേറെ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്രാവശ്യം മാർക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ്സ്: ഒന്ന് പി 0 -3, ഒന്ന് ക്യൂ 0 5, ഒന്ന് ആർ PQR -4 0. ഇനി എസ് -5 0. ഇനി ടി ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. ടി 5 0. ഞാൻ 5 പോയിന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കണം, പിന്നെ നമുക്ക് വൈ ആക്സിസ്. ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കണം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഒറിജിൻ, നമുക്കറിയാം ഇത് ഒറിജിൻ ആണ്. വരച്ച ചെറിയൊരു ചെരുവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബോർഡിൽ സ്കെയിലൊന്നും ഇല്ലാതെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കും. യെസ്, ഇത് എക്സ് എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ എക്സ്, ഇവിടെ എക്സ് ഡാഷ്. ഇതെന്താ അങ്ങനെ ചോദിച്ചാൽ അതങ്ങനെയാണ്. അതിൽ നോ മോർ ഫർദർ ക്വസ്റ്റ്യൻസ്. അതങ്ങനെയാണ്. നമ്മൾ പറയാറില്ലേ കോഴി എന്താ അങ്ങനെ, കോഴി അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇത് എക്സ് ആക്സിസ് നമ്മൾ നേരത്തെ മാത്തമാറ്റീഷ്യൻസ് പേരിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് എന്ന് എഴുതണം, ഇവിടെ എക്സ് ഡാഷ് എന്ന് എഴുതണം, ഇവിടെ വൈ എന്ന് എഴുതണം, ഇവിടെ വൈ ഡാഷ്. ഇനി മിഡിൽ പ്ലേസ് നമുക്ക് അറിയേണ്ട കാര്യമില്ല, അത് 0 ആണ് ഒറിജിൻ്റെ. യെസ്, ദെൻ 1 2 3 4 5 ഈക്വൽ ഡിസ്റ്റൻസിലാണ്. -1 -2 -3 -4 -5. മുകളിലേക്ക് വരുമ്പോൾ 1 2 3 4 5. താഴേക്ക് വരുമ്പോൾ -1 -2 -3 -4 -5. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. പി ആണ് ആദ്യം. അപ്പോൾ പിയുടെ എക്സ് വാല്യൂ 0. അപ്പോൾ പഠിച്ചു വെക്കുക, ഇപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് വൈ ആക്സിസിലായിരിക്കും. ഇവിടെ ക്വാഡ്രാൻസിൽ ഒന്നും ആവില്ല. ഒരു 0 വന്നാൽ അത് ഏത് വാല്യൂ ആണ്, ദാറ്റ് ഈസ് അത് എക്സ് വാല്യൂ ആണോ അല്ലെങ്കിൽ അത് വൈ വാല്യൂ ആണോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. പിയുടെ എക്സ് 0 ആണ്. അപ്പോൾ പിയുടെ പൊസിഷൻ വൈ ആക്സിസിലാണ്. വൈയിൽ -3 ഇതാണ് വൈ.
വൈയിലെ -3 ഈ പോയിന്റ് ആണ് പി. ഈ പോയിന്റ് ആണ് പി, ഇവിടെയാണ് കിടക്കുന്നത് 0 -3. അപ്പോൾ ഓർക്കേണ്ടത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റിന്റെ പൊസിഷൻ വൈ ആക്സിസിലായിരിക്കും, നോട്ട് ഇൻ ക്വാഡ്രാന്റ്. ക്വാഡ്രാന്റിലായിരിക്കില്ല, ആക്സിസിലായിരിക്കും. ഇനി അടുത്തത് ക്യൂവിൻ്റെതും എക്സ് 0 ആണ്. അപ്പം വൈയിലെ 5, അതായത് വൈ ആക്സിസിലെ 5 ഇവിടെയാണ്. ഏതാണ് ക്യൂ വരുന്നത് ഇവിടെയാണ്, അതായത് 0 5. മനസ്സിലായോ? വെരി സിമ്പിൾ. അടുത്തത് ആണ്. ഞാനിപ്പോൾ മലയാളം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മാത്സ് മനസ്സിലാകാനാണ്. ഐ ആം യുവർ മാത്സ് ടീച്ചർ, നോട്ട് യുവർ ഇംഗ്ലീഷ് ടീച്ചർ. You have to develop your English as you are English medium students. That I know very well, but here I am using Malayalam because I want to make you so fluent in maths and so fluent in the internal mathematics. Okay. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തത് ക്യൂ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർ എന്ന് പറയുന്നത് എക്സ് വൈ 0 ആണ്. ഇഫ് ദ വൈ കോർഡിനേറ്റ് ഈസ് 0, then the position of the x point is on the x axis. X axis is -4. Yeah, here is the place. That is R. -4 0. 0 എന്ന് പറയുന്നത് y coordinate ആണ്. Y coordinate 0 ആണെങ്കിൽ the position of that point is on the x axis, not in quadrants. Quadrantsലല്ല. ഇനി എസിൻ്റെ y 0 ആണ്. അപ്പോൾ എക്സിൻ്റെ y 0 ആണെങ്കിൽ പൊസിഷൻ ഈസ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ -5. എക്സ് ആക്സിസ് എവിടെ? ഇവിടെയാണ് ആർ. എസിൻ്റെ എക്സിലാണ്. അപ്പോൾ -5 0. ദെൻ ടി എന്ന് പറയുന്നത് 5 0 ആണ്. അഗെയിൻ വൈ കോർഡിനേറ്റ് ഈസ് 0. ഇഫ് ദ വൈ കോർഡിനേറ്റ് ഈസ് 0, ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് ഈസ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 5. Yes, here is the position of T. That is 5 0. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സെക്കൻഡ് ടോപ്പിക്കാണ് ഇത്. ആദ്യത്തേൽ ഞാൻ ജനറലി എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യാൻ, ക്വാഡ്രാൻസിൽ മാർക്ക് ചെയ്യാനാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇഫ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഈസ് 0, then its position is on the y axis and vice versa. തിരിച്ചും അങ്ങനെ തന്നെ. If the y coordinate is 0, then the point is on the x axis. Okay? Clear അല്ലേ? ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഫാസ്റ്റായിട്ട് പോവുകയല്ല, നിങ്ങൾ ഈ കണ്ടൻറ്റ് വീഡിയോ അല്ലേ, നിങ്ങൾക്ക് വീണ്ടും റീടേക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് കുറേയും കൂടി ശ്രദ്ധിക്കാം. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് ബേസിക്സ് അല്ലേ, ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലോ. ഇനി ഞാനിവിടെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ദെൻ ഞാനൊരു വൈ ആക്സിസും വരയ്ക്കുന്നു. യെസ്, ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? എക്സ്. ഇത് വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാനാണ്. ഇത് എക്സ് ഡാഷ്. ഇനി ഇവിടെ നമ്മൾ വൈ, ഇവിടെ എന്ത് വരും? വൈ ഡാഷ്. ഇത് 0 എഴുതേണ്ട കാര്യമൊന്നുമില്ല, ദാറ്റ് അണ്ടർസ്റ്റുഡ് ആണ്. 1 2 3 4. ഇവിടെ -1 -2 -3, മുകളിലേക്ക് 1 2 3, താഴേക്ക് -1 -2 -3. ഓക്കെ, ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. എ എന്ന് പറയുന്നത് 0 3 ആണ്. എ എന്ന് പറയുന്നത് 0 3. എ എന്ന് പറയുന്നത് 0 3 ആണെങ്കിൽ ഏത് വാല്യൂ ആണ്? വൈ ആണോ എക്സ് ആണോ? വൈ ആണ്, സോറി എക്സ് ആണ് 0. എക്സ് 0 ആണെങ്കിൽ പോയിന്റ് ഈസ് ഓൺ ദി വൈ ആക്സിസ്. വൈ ആക്സിസിൽ 3 ആണ് പോയിന്റ്. ഇവിടെയാണ് എ. 0 3. എ എന്താണ്? 0 3. ശ്രദ്ധിച്ച് കേൾക്കണം. എ എന്ന് പറയുന്നത് 0 3 ആണ്. ഈ 0 3 എന്ന് പറയുന്ന പോയിന്റ് ആസ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഈസ് 0, ഇറ്റ്സ് പൊസിഷൻ ഈസ് ഓൺ ദ x coordinate is 0.
That's why the position is on the y axis. Y ആക്സിസിലാണ് വരിക. ഇവിടെയാണ് എ വരിക. എ 0 3. ശരിയല്ലേ? ജസ്റ്റ് ഞാനൊന്ന് മൈൻഡ് ഒന്ന് തെറ്റിപ്പോയി. അതായത് എക്സിൻ്റെ കോർഡിനേറ്റ് 0 ആണെങ്കിൽ പൊസിഷൻ ഓഫ് ദി പോയിന്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. അപ്പോൾ ഈ വൈ ആക്സിസിലാണ് 0 3 എന്ന് പറയുന്ന ഈ പൊസിഷൻ കിടക്കുന്നത്. അപ്പോൾ ഇതിന് പാരലൽ ആയിട്ട്, അതായത് 0 3 എന്ന് പറയുന്ന ഈ പോയിന്റ്, ശരിക്കും പറഞ്ഞാൽ 3 എന്ന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞാൻ എ എന്ന് പറയുമ്പോൾ 0 3 ആണ്. ഞാൻ ഇതിന് എക്സിന് പാരലായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. എക്സിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ ഈസ് ഓൺ ദ വൈ ആക്സിസ് ബിക്കോസ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഈസ് 0. എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് പൊസിഷൻ ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിൽ 3, അതാണ് 3. എക്സിന് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഇവിടെ ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. ഒരു പോയിന്റ് ഇവിടെ എ, ഇനി അടുത്ത പോയിന്റ് ഇവിടെ ബി, ഇനി അടുത്ത പോയിന്റ് ഇവിടെ സി, അടുത്ത പോയിന്റ് ഇവിടെ ഡി. വെറുതെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ആ എയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് വരിക. എയുടെ കോർഡിനേറ്റ്സ് വരുമ്പം നമ്മൾ എക്സിലേക്ക് പോകുമ്പോൾ -1, വൈയിലേക്ക് പോകുമ്പോൾ 3. ഇനി ബിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് വരിക. എക്സിലേക്ക് വരുമ്പോൾ -2, വൈയിലേക്ക് വരുമ്പോൾ 3. ഇനി സിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് വരിക. സി എക്സിലേക്ക് വരുമ്പോൾ 3, വൈയിലേക്ക് വരുമ്പോഴും 3 3. ഇനി ഡിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് വരിക. ഡി എക്സിലേക്ക് വരുമ്പോൾ 4, വൈയിലേക്ക് വരുമ്പോൾ 3 4 3. അതായത് ഈ 4 പോയിന്റ്സ്, ഞാൻ മെയിൻ പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ 4 പോയിന്റ്സ് വരുന്നത് ഒരു ലൈനിലാണ്. ആ ലൈൻ ഏതിന് പാരലലാണ്. എക്സ് ആക്സിസിന് പാരലലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. y3 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 y3. അപ്പം സിംപ്ലി സർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ the x coordinates of the points which are lying on a line which is parallel to the y axis. y ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന വരയിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ വരച്ചത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചാൽ ആ വരയിൽ വരുന്ന എല്ലാ പോയിന്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. വൈ കോർഡിനേറ്റ്സ് സെയിം ആയി ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ എങ്ങനെ പറയാം. The y coordinates of the points on a line which is parallel to the x-axis are always the same. കിട്ടിയോ? ശരിക്കും കിട്ടിയോ? അതായത് ഞാനിവിടെ പറഞ്ഞു, ഇത് x-axis, ഇത് y-axis. ഞാനൊരു പോയിന്റ് പറഞ്ഞു 0 3. 0 3 പറഞ്ഞാൽ അതിൻ്റെ x കോർഡിനേറ്റ് 0 ആണ്. If the x coordinate is 0, then the point is on the y axis. അപ്പോൾ നേരെ y ആക്സിസിലെ 3ലേക്ക് പോയി ഞാൻ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ എ വേണ്ട, ഞാൻ തൽക്കാലം പി കൊടുത്തു. എ ഇവിടെ വേറെയും വന്നിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് 0 3. ഓക്കെ, ആ പോയിന്റിലൂടെ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. ആ ലൈനിൽ വരുന്ന പോയിന്റ്സ് ഞാൻ എ ബി സി ഡി മാർക്ക് ചെയ്തു. എയുടെ കോർഡിനേറ്റ്സ് നോക്കിയപ്പോൾ എന്ന് താഴേക്ക് എക്സിലേക്ക് വന്നപ്പോൾ -1 3, ബി ആണെങ്കിൽ -2 3, സി ആണെങ്കിൽ 3 3, ഡി ആണെങ്കിൽ 4 3. എക്സിൻ്റെ വാല്യൂ ആദ്യം പറയണം. 4 3. എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. അപ്പോൾ പറയട്ടെ, ഇഫ് ദ പോയിന്റ്സ് ആർ ഓൺ എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ്, ദെൻ ദ വൈ കോർഡിനേറ്റ്സ് ആർ ഓൾവേസ് ദ സെയിം. ആൻഡ് വൈസ് വേഴ്സ. തിരിച്ചു പറയുമ്പോഴും അങ്ങനെ തന്നെ. ഇനി ഇതിപ്പം വൈക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചു. വൈക്ക് പാരലായിട്ട് എക്സിലെ ഈ പോയിന്റ് കൂടി ഞാൻ വരച്ചു കഴിഞ്ഞാൽ വൈക്ക് പാരലായിട്ടാണ് ആ ലൈനിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ 3 സംഗതിയാണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. വീണ്ടും വീഡിയോ എടുക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപ്. ഓക്കെ, ഓൾ ഓഫ് യു, ബൈ ബൈ.